Guys, welcome to my video. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ബസ് സിമുലേറ്റർ ട്രക്ക് സിമുലേറ്റർ ഐഡിയ കളിക്കുന്നതാണ്. ബസ് സിമുലേറ്റർ ഇറക്കിയാണ് ഇന്തോനേഷ്യ. ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇതിൻ്റെ പേര്. ബസ് സിമുലേറ്ററിൻ്റെ അതേ സെയിം സാധനം തന്നെയാണ്. ഗിയറും ഇതൊക്കെയാണ് ഗൈസ്. നമ്മളൊക്കെ മുഹമ്മദ് ഉണ്ട്. കേട്ടോ തട്ടിയതൊന്നുമില്ല ബ്രോ ഇത് ബസ് സിമുലേറ്റർ അതേമാതിരി തന്നെയാണ്. ഒരു ആക്സിഡന്റേ ഉള്ളു. ആദ്യം രണ്ട് ഒരു ആക്സിഡന്റ് നമ്മളൊക്കെയുള്ള ബസ് ചിലപ്പോൾ ഇതിലൊക്കെ പോവും. അതൊക്കെ ഇത് വേറെ ഗെയിം, അത് വേറെ ഗെയിമാണ്. കുറച്ച് ദിവസം കേട്ടെ ഗൈസ്, ഇതേ വണ്ടിയൊക്കെ വാങ്ങണം. 200,000 രണ്ട് ആൻസർ ഡ്രിഫ്റ്റിങ് ഗൈസ്. നമ്മളതേ വണ്ടി ആക്കി ഡ്രിഫ്റ്റിംഗ് ആണ്. ഇത് ഇതൊട്ട് പോയപ്പോഴല്ലേട്ടാ ഡ്രിഫ്റ്റിംഗ് കാണിച്ചിട്ടാണ്. ഡ്രിഫ്റ്റിംഗ് അല്ലേ ഇതിന് പറയല്, ഇതിന് തിരിച്ചെന്നാ പറയല്. ഇനി ഒട്ടിയ പ്രശ്നമുണ്ട്. പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴല്ലേ ഒട്ടേ പ്രശ്നമുണ്ട്. നമ്മളെ മാപ്പിനനുസരിച്ച് പോവുക. ഇന്ത്യന്മാരുണ്ടാക്കിയതുകൊണ്ട് ഇന്ത്യൻ റുപ്പീസാ പറയുന്നത്, അല്ലെ ഡോളേഴ്സ് അല്ല. പക്ഷെ എന്തായാലും നമ്മളൊക്കെ ലക്ക് കളിച്ചപ്പോൾ തന്നെ നമുക്ക് 200 രൂപ കിട്ടി. എന്താല്ലേ ഞാൻ സ്വന്തം സമ്പാദിച്ചുണ്ടാക്കിയ പൈസയാണ്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ള കളി 200,000 വേണം ഞാൻ വേറെ എനിക്ക് വേണ്ട. ഞാൻ എടുത്തോ, ഇത് കളിക്കാൻ മതി. വേണ്ട ചെയ്യിക്കൊണ്ട് കൊണ്ടുവരാം. ശേഖമാട് പറഞ്ഞാളാ യൂട്യൂബിൽ ഞാൻ വാങ്ങണ്. സത്യം പറഞ്ഞു കേൾക്കണ സത്യം.
ഞാൻ എൻ്റെ ജോലിക്കും കൂടി ശാസ്ത്രത്തിന്റെ ലക്ഷ്യന്റെ മരുണ്ട് കാണാന് 2 കോഴി വായന്റെ ഉണ്ടെന്ന് ഞാൻ വരുന്നത്. എന്നിട്ട് കട്ടകൾ കൊടുത്താൽ മതി. വലിയ വലിയ ലോറികളാകുമ്പോഴാണ് പ്രശ്നം. ട്രക്ക് സിമുലേറ്റർ ഒന്നും പറയൂല. എന്താ പെട്ടി ഓട്ടോറിക്ഷ സിമുലേറ്റർ എന്ന് പറയണോ? ഞാൻ വിചാരിച്ചു ട്രക്കിൽ ആ മണ്ണ് ഇതൊക്കെ കണ്ട് കൊണ്ടുപോവുക, അവിടെ വെക്കുക. അതന്നെയാണ് തോന്നുന്നത്. ഞാൻ കളിച്ചോ തട്ടിയില്ല. ഞാൻ ഒരു ഡാൻസ് ഉണ്ട് പറഞ്ഞു. ബസ്സേരെ ഇങ്ങോട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ബസ്സേരെ ഇങ്ങോട്ട് എന്താ ചെയ്യുക? കണ്ടിട്ടില്ല. അവർക്കത് പ്രശ്നമില്ലെന്ന് ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടും വന്ന് അടുപ്പിടിക്കുന്നവരുണ്ടല്ലേ? നമ്മൾ ഒറ്റക്കയോടെ കളിക്കാൻ പോണത് വേറെ ഒന്നിനല്ല, നമ്മൾ മുഹമ്മദിക്ക് കൊടുക്കാനാണ്. അതിനെയും തട്ടിക്കോട്ടെ. വലിയ വണ്ടി ആയതുകൊണ്ട് ഇന്നോണ്ട് പറ്റാത്തതെന്നാണ് പറയാം. ഇതൊന്നും ഞാൻ എത്തിക്കാൻ സാധ്യതയില്ല. രണ്ട് കൈ കൊണ്ട് പറഞ്ഞോണ്ട് ഒരു കൈ കൊണ്ട് തന്നെയാണല്ല. ഡിസ്കോ ഡാൻസ് റോങ് വേ എടുത്ത് പോകുന്നു ഷാഹി. ഇങ്ങോട്ട് കുഴപ്പമില്ലല്ലോ, ഇങ്ങോട്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഓൾറെഡി ഇത്ര ഇത് പോയി ഇമ എത്തിക്കാണ്ട. ഞാൻ വരുന്ന ഞാൻ ഒന്ന് കളിച്ചോക്കട്ടെ. അല്ല ഇങ്ങനെയല്ല, ഇങ്ങനെ ഇതിമ്മ കൂടി ഒരു പ്രശ്നമില്ല. ബാക്ക് പോണോ? ഇങ്ങനൊരു വളക്കാണ്, വളക്കെടുക്കാൻ. അയ്യോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കൊണ്ടുപോയി നാറ്റിക്കൂല. എന്നെ കുറിച്ച് നാറ്റിച്ചാലേ മാറും. നല്ല പണിയില്ലേ? കുറച്ചായിട്ട് എടാ ഇനി ഓൻ വന്ന് ഇന്നാക്കിയ പ്രശ്നമില്ല കേട്ടാ. ഇതല്ലടാ ഈ രസം. ഇതെന്താടേ ഇങ്ങനെ പിടിച്ചെന്നാല് പണിയാണത് അവിടെ പറഞ്ഞത്. വെറുതെ ഇത്രയും കാലം ഞാൻ തട്ടിനത്. ഇങ്ങനെ പിടിച്ചെന്ന് കഴിഞ്ഞാല് അത് എന്താണ് ഇത് ഇങ്ങനെ വിടൂല. ഞാൻ എന്താ വിചാരിച്ചിരുന്നെ അങ്ങനെ വിടുമെന്ന്. ഞാൻ അതും വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം കളിക്കുന്നത്. ഇനി ഇങ്ങനെ ഓക്കെ, ഇനി വിടും. കഴിഞ്ഞ പ്രശ്നമില്ല. പിന്നെ സ്പീഡ് ലിമിറ്റൊക്കെ കഴിച്ചട്ടെ. പണിയില്ല. അതെന്താ അറിയോ, ഞാൻ ഈ കണ്ണി സാധനത്തുമ്മല്ലേ പിടിച്ചിങ്ങനെ ആക്കി. അപ്പൊ ഈ സൈഡിൽ പോയി അങ്ങനെ ധൈര്യാണ്. ഇങ്ങോട്ട് നോക്ക്, അതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയി 2 ബസ്സിന്റെ. അടുത്ത ബസ്സിന്റെ എന്താണിത്? ജാടയാണോ? ഓട്ടോ ബ്രഷ് ഉണ്ടല്ലോ ഈ ബസ്സില്. നല്ല പണി കളിച്ചാണ്. സ്കിഡ് ആവുന്നുണ്ട്. സ്കിഡ് പറയുമ്പോ
തേന് പോകുന്നുണ്ട്. ഒന്നത് മഴ പെയ്യുന്നുണ്ട. ബൈക്കൊക്കെ തേഞ്ഞു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ കാറ് സ്കിഡ് ആവുന്നത് കണ്ടിട്ടില്ല. യൂട്യൂബിൽ കണ്ടിട്ടില്ല ഡ്രിഫ്റ്റ് ആക്കണേ. അതാ സ്കിഡ്. എന്താ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. സ്കിഡ് സ്കിഡ് ആവുള്ളൂ. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. ഒരു 6 ആൾക്കാർ ഉന്തി കൊടുക്കണം. നമ്മള് വണ്ടിപ്രാന്തനായോണ്ട് നമ്മള് വണ്ടിന്റെ പറ്റി കുറെ ഞാൻ വണ്ടിപ്രാന്തൻ. യെസ്, എനിക്ക് നല്ല മാതിരിക്ക് വണ്ടിന്റെ പേരും കൂടി അറിയില്ല. അതിനൊക്കെ അല്ലാ വി വിൽ ഹാവ് അതിനൊക്കെ കാക്ക അത് ഇപ്പോൾ അതായത് നോക്കല്. പൗതി മുക്കാൽ വണ്ടി അറിയാം. ഇങ്ങോട്ടൊക്കെ ഇപ്പോ നോക്ക് കാർ ഡ്രൈവിംഗ് ഓൺലൈൻ. എനിക്ക് തോന്നുന്നത് എന്താ അറിയാ, നമ്മൾ ഈ ഫസ്റ്റ് ബസ് സിമുലേറ്റർ കളിച്ചു. ബസ് സിമുലേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ആടുക, മറ്റേ ട്രക്ക് സിമുലേറ്റർ ഐഡിയ ഉണ്ട് കാണും. ആ കളിച്ചുമ്പോൾ ഇതിൻ്റെ ആഡ് കാണും, ഇത് കളിച്ചുമ്പോൾ മറ്റേ വേറെ ഇതിൻ്റെ ആഡ് കാണും. കളിച്ചുമ്പോൾ ഇനി ഇതിൻ്റെ കയറാം, അടിച്ചുമ്പോൾ ബൈക്കിൻ്റെ കയറാം. ഇത് കഴിഞ്ഞാൽ അടുത്ത ഇനി കാറിൻ്റെ കണ്ടിട്ട് അടുത്തത് ഇതിൻ്റെ കാറിൻ്റെ ആണ് ഇപ്പോൾ. ഞാൻ അടുത്തതിൽ ബൈക്കിൻ്റെ ആവും, കഴിഞ്ഞിട്ട് JCB അല്ല സ്കൂട്ടർ ഉണ്ട്, ഓട്ടോ കഴിഞ്ഞിട്ട് JCB. അതുണ്ട് ഈ സാധനം. അല്ല, ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ എന്തെങ്ങനെ ഞാൻ ബ്രേക്ക് പിടിച്ചപ്പോ സൈഡിൽ കൂടി കൂടി ആരും വരുന്നില്ലെങ്കിൽ പുതിയ വണ്ടിയാണ് എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരില്ല. അഴിച്ചാണ്ട് പോവാണേ അതിനറിയാം. പക്ഷെ എന്നാലും ഓരൊക്കെ റോബോട്ടുകളല്ലേ, ഓർക്കൊന്നും എന്താണ് നിന്നൂടെ. ഞാനല്ലേ പ്ലെയർ. ഇതിന് തീരെ ബ്രേക്ക് ഇല്ലല്ലേ? ഇതിന് ഇതും പോരാ അല്ലേ? ഈ ബസ് സിമുലേറ്റർ കളിച്ചവര് ആരെങ്കിലും ഇത് പറ ബസ് സിമുലേറ്റർ ഗെയിം ഉണ്ടാക്കിയവർ ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ ശരിക്കും കുറച്ച് വലിപ്പമുള്ള JCB തരിക, അതിൽ മണ്ണിന്നൊക്കെ നിറച്ച് കൊണ്ടുപോകാൻ പറ്റിയത് തരിക, സ്റ്റാരിങ് ശരിയാക്കുക, നല്ല ബ്രേക്കിങ്ങും കൊടുക്കുക. അങ്ങനെ പിന്നെ ഇത് മരിക്കൂലല്ല, ശരി ആരും കുത്തൂലല്ല. എല്ലാ മിഷൻ കംപ്ലീറ്റഡ് 100% HP. അല്ല, ഈ മണ്ണ് ഇതൊക്കെ കൊണ്ടുപോയി അങ്ങനത്തെ ഗെയിം ഉണ്ടാക്കാൻ. ഐസി എന്താ ഈ എനിക്ക് മുന്നിൽ നിന്ന് മാറിന്നൂടെ? ഒരുമാതിരി അങ്ങനെ പോകണമായിരുന്നു അല്ലേ? എനിക്കിപ്പോ എങ്ങനെ അറിയാം തോന്നേ, നമ്മൾ ബസ് സിമുലേറ്റർ. പക്ഷെ എന്താണ് ബസ് സിമുലേറ്റർ, പക്ഷെ ഇങ്ങനത്തൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന്. ഓക്കെ, ബസ് സിമുലേറ്റർ പക്ഷെ എന്താ ചെറിയൊരു ബസ് അങ്ങനെയല്ലേ ഇപ്പൊ തോന്നേ? അവിടെ എന്തോ ഒരു കൂട്ടങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാ എന്താടാ? ഞാൻ കളിച്ചുമ്പോ മാത്രം അത്ര ഒരുമിച്ച് ഓവർടേക്ക് ചെയ്യും. അത്രയും ഞാൻ നോക്കണ്ടിച്ച് പറഞ്ഞോണ്ട് മാത്രം. അങ്ങനെ ഞാൻ തന്നെ ചെയ്തോളാം, തട്ടേലും കുഴപ്പമില്ല. Am I playing safe? എന്നാ തന്നെ ചെയ്തോ. എനിക്ക് കാര്യം വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. കൊറേ ദൂരം ഉണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ ഒരു ബസ്സിന്റെ കൂട്ടം ഇങ്ങനെ വരുന്നു. ബസ്സുകൾ ഇങ്ങനെ വരുന്നു. ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ പോവാൻ. വേണ്ട ഓവർടേക്ക് ചെയ്ത ആ ബസ്സിന്റെ മുന്നിൽ നിർത്തിയാൽ മതി.
ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്, ഇങ്ങോട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, ഇനി ഉപയോഗിക്കോ കുഴപ്പമില്ലടാ. അപ്പൊ കുഴപ്പമുണ്ട്. ഒരു പോട്ടെ. ബാക്കിൽ നിന്ന് അയ്യോ അടിച്ചായിരുന്നാ മതി. ബാക്കിൽ ഒച്ചപ്പോഴേ വരെ കേൾക്കുന്നുണ്ട്. എന്താണ് നല്ലമാർക്ക് സ്പീഡ് പോ. നീ വരുന്നുണ്ടോ? ഇല്ല. ഞാൻ വേഗം പോട്ടെട്ടാ. ഒട്ടേക്ക് മുന്നിക്ക് പോ. ഭാഷമ്പൂര് നിലമാർക്ക് പോവായില്ല. ഇങ്ങനെ വാ. അവിടെ നിന്ന്. ഇതിന്റെ സ്റ്റിയറിംഗ് വീല് 2 പൈസക്ക് കൊള്ളൂല. ഏത് ഈ ബസ് നല്ല സ്പീഡിൽ പോകണ്ടല്ലോ കുറച്ചെങ്കിലും. ഒരു ബ്ലോക്ക് തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അതാ ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവിടെ കൊണ്ടേ കുത്ത്. ഏടാ ഒരു ഇന്ത്യന്മാരെ പൊട്ടന്മാരല്ല. ഓവർടേക്ക് ചെയ്തടാ. അതിനെ ഞാൻ ചെയ്യാൻ പോണത്. അവിടെ നിറച്ച ബസ്സുകളാണ്. എഡും പോലെ ശരില്ല, പെട്ടാലും കഴിക്കുന്നില്ല. അവിടെ ഗ്രീൻ ആവാതെ ഇരുന്നാ മതി. അല്ല ഞാൻ സൈഡിലേക്ക് തിരിയല്ലേ. ഓക്കെ. എടാ നിങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഒന്ന് എന്ത് ഒരു ചാൻസ്. ഇതൊക്കെ ഒരു ചാൻസ് പോലുള്ളൂ. അതിന് എനിക്കൊരു ചാൻസ് കിട്ടും. ശരിക്കും എന്റെ ചാൻസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ തന്നതാണ്. ഓർമ്മണ്ടാ? അവിടെ മാത്രമേ ആണോ അല്ലെങ്കിൽ ഒരു യെസ് കറക്റ്റ്. അല്ല ഇനി അടുത്ത പ്രാവശ്യം 2 ചാൻസാ. ഒരു ചാൻസ്. അടുത്ത പ്രാവശ്യം എന്താ ഞാൻ പറയണേ, അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് 2 ചാൻസ് തരികയാണെങ്കിൽ സത്യം പറഞ്ഞാൽ 3 വട്ടം കളിച്ചു. ഞാൻ 2 വട്ടം കളിച്ചു. അടുത്തതിന് ഒരു ചാൻസ് ആണെങ്കിൽ പിന്നെ മാറ്റിയ രീതിയാണ്. തട്ടിയില്ല, അയച്ച് കൈ എടുത്ത് മാറ്റിട്ടാ. അയ്യോ ഇനി ഇങ്ങോട്ട് പോ. നേരെ അങ്ങനെയാണോ പോണ്ടി? സ്പീഡ് കൂടട്ടെ. ഞാൻ എന്നെ ഇങ്ങോട്ട് വളച്ചിട്ടാണ് സ്പീഡ് കൂട്ടാറ്. വേഗം വലിച്ചണം. ഇങ്ങോട്ടൊക്കെ ഒരു പ്രതിമ. ഹെൽത്ത് ഒരു % പോയി. അത് 47 ലിറ്ററും ഉള്ളു. എനിക്ക് ഇനി എത്ര പോവാണ്ട് നോക്കട്ടെ. സ്ക്രോൾ ചെയ്യാൻ പറ്റൂല. എന്താണ്? അയ്യോ അവിടെ കുറച്ചുള്ള. സ്റ്റിയറിംഗ് വീലിംഗ് വേണ്ടി ബസ് സിമുലേറ്റർ ഞാൻ കളിച്ചിട്ട് രസം ഇപ്പം കളിച്ചിട്ട് രസം ഒന്ന് കംപ്ലൈന്റ് ചെയ്യാം. ഞാൻ എന്നോട് സംസാരിക്കല്ല കേട്ടാ. ഈ 2ാം സ്ക്രീൻ ആയി നോക്കിയാലോ. ഷെയ്ക്ക് അപ്പളും ഉണ്ടാകുന്നുണ്ട്.
പാകിസ്ഥാനാണ്. വേണ്ട. ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കണേ. ഇത് എന്താണ് ഭാവിയിൽ എൻ്റെ ജോലിയല്ലേ, കൊട്ടവണ്ടി സാധനങ്ങൾ വിൽക്കുക. പോടാ. ഞാൻ ഭാവിയിൽ ഇന്റെ പണി ഇതാണ്. എന്തേ? എനിക്ക് മനസ്സിലായി. പഴയ സാധനങ്ങൾ കൊണ്ടേക്കാണ് വിൽക്കുക. ഭാവിത്തെ പണി ഇതാണ് ടൂറിസ്റ്റ് ബസ്സിന്റെ നമുക്ക് അത്ര ഉറപ്പുണ്ടാ അല്ലാന്ന്? എന്താടാ അതിന്റെ ബ്രേക്ക് അത്ര നല്ല ടൂറിസ്റ്റ് ബസ്സിന്റെ ഡ്രൈവർ അന്നാവുന്നൊക്കെ ജനദൈവ അന്നാണെന്ന് ഒരു ഉറപ്പില്ല. ഓന് ഒരു ഉറപ്പുണ്ട്. ഇന്റർവ്യൂവിൽ പോയി കണ്ട് ചിലപ്പോ ഇപ്പൊ പോയി പറഞ്ഞാലേ ഞാൻ എന്താ ട്രക്ക് സിമുലേറ്റർ ബസ് സിമുലേറ്റർ കളിച്ചെങ്കിൽ ശീലമുണ്ട് എന്ന് അറിയാന്ന് അന്ന് പറഞ്ഞ ചിലപ്പെങ്കിലും ഒരു ബസ്സിന് ഇങ്ങനെ ഇതാക്കട്ടെ. അയ്യോ ടൂറിസ്റ്റ് ബസ് ഓൻ ഇവിടെ ലൈറ്റ് ഇട്ടാ ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ടു. അയ്യോ കുതിരച്ചാട്ടത്തിന് അതിരി ഞാൻ കുതിര ചാടാൻ സമ്മതിച്ചില്ല. ഓവർട്ടിക്കടാ. അതല്ല ഞാൻ സ്ഥലം നോക്കട്ടെ. നമ്മൾ സൗന്ദര്യം നോക്കിയാണ്ട് ഓരോന്നുണ്ടാവും. അല്ലാ അല്ല ഇന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. ഞാൻ പിള്ളേടെ ഞാൻ സൗന്ദര്യം നോക്കിയിരിക്കണല്ലേ. എന്തിയാ വിട്ടോ. ഇന്ന് തട്ടിക്കാള പ്ലാൻ ആയിരുന്നു അല്ലേ? എന്ത് പോവോ? ഒരു ഗെയിമിന്റെ പോസ്റ്റർ. അല്ലോ ഒരേ ആളാണ് മണ്ണ്. കാരണം ഞാന് ഡാൻസ് ചെയ്ത് നോക്കടാ. അനക്ക് കിട്ടുമ്പോ ചെയ്താണ്ട് ഞാൻ കളിച്ചട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാനേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യുക, ബസ്സിലേക്ക് ക്ലിക്ക് ചെയ്യുക, കഴിഞ്ഞു അതിന്റെ കഷ്ടപ്പാട് അല്ലേ? നല്ല പണിയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് അത് ക്ലിക്ക് ചെയ്യുക. നല്ല പണിയാണ്. ഏറ്റവും വലിയ പണിയാണ്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാക്കി കൊണ്ടുവരുന്നത്. അല്ലാതെ ഉമ്മാന്റെ മോനെ എന്താ ഇമ്മാന്റെ മോനെ കുളിച്ചിരുന്നു. അല്ല ആരുടെ ഭർത്താവ്? ഉമ്മാന്റെ മോനെ പറഞ്ഞ ഞാനാണ്. ഉമ്മാനെ പറഞ്ഞില്ല. എന്താ ബസ് ഇവിടെ കിടന്ന് പറഞ്ഞ ഈ ബ്ലാക്ക് ബസ്സിനിട്ട് ഞാനാണ് കൊല്ലൂട്ട. എപ്പോഴും അവന്റെ കുണ്ടി ഇന്റെ മേത്ത് കാണു കൊണ്ടേക്കല്. ഇവിടെ പറയാൻ പാടില്ല. അയ്യോ പറയാത്തൊരാള് സ്വന്തം ശരിയായിട്ട് മറ്റുള്ള ആൾക്കാരെ ശരിയാക്കി മതിയുള്ള ചൊല്ലിട്ടിക്കണാ ഞാൻ. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. ഷോർലി കയ്യൂലെങ്കി ഞാൻ കുറച്ച് കളി. ഓക്കെ വേണ്ട. എന്ത് നിന്റെ ചാൻസ് കാട്ടി. പക്ഷെ ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഇപ്പോൾ 2 ചാൻസ് ഉണ്ടാവും. പറ്റുമോ? പറ്റില്ല.
എന്നാ ആ വേണ്ട. അങ്ങനെ എനിക്ക് എപ്പോഴും 2 ചാൻസ് ഇട്ടോ ചാപ്പിൽ വെക്കുമല്ലോ എപ്പോഴും 2 ചാൻസ് ഇട്ടാ പക്ഷെ ഞാൻ മരിച്ചാനൊക്കെ തന്നതുകൊണ്ട് ഫിക്സ് നീകടോ ഞാനത്തെ ഇവിടെ കിടക്കു നോക്കി ഇപ്പം കഴിച്ചാനായി. ഞാൻ എൻ്റെ കഴിഞ്ഞാണ്ട് ഞാൻ ഈ ഓടിച്ച് കണ്ട് ഇത് കഴിഞ്ഞ് കണ്ട് ഞാൻ പോകും. സോ ബ്രോ പ്ലീസ് ലോഡിങ് ഇപ്പോൾ വരൂട്ടാ. കഴിഞ്ഞ കസ്ത കുസ്ത കസ്തിസ്ത കുസ്താര കസ്ത നെക്സ്റ്റ് മാപ്പ് ഞാൻ പോയിട്ടാ. ഡോറെടുക്ക് നമ്മളെ ഗൈസ് നമ്മൾ മുഹമ്മദ് പോയിട്ടുണ്ട്. ഡോർ ഷെയർക്കടാ ഇനി നമ്മൾ സസ്ലുക്കളിയാടൻ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പറ്റുന്നത്ര കമൻറ്റും ചെയ്യുക. പറ്റുന്നത്ര ഷെയറും ചെയ്യുക. നല്ല പാട്ട്. ഈ മൗലേരിന്റെ അടുത്ത് മൗലേരെന്ന് എടുത്തില്ലേ ഒന്ന് കേക്കണ്ടട്ടാ. പ്രശ്നം 10ാം ക്ലാസ്സിൽ ജയിച്ചു പോവുക. ഞാൻ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ ഡിഗ്രി +2 കഴിഞ്ഞ സ്കൂളിൽ പുറത്തായി. 5ാം ക്ലാസ്സിന്റെ വെക്കേഷനാണ് ഓൻ്റെ സ്കൂൾ അല്ലേ? ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തായി. ഷാസിന്റെ മണ്ടത്തരങ്ങൾ നന്നായോ മണ്ടത്തരം മാറ്റില്ല. ഇതെങ്ങനെ ഡോറടക്കും? എനിക്കൊന്ന് കാണണമല്ലോ. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഡാൻസ് കളിച്ചു. ഇല്ല പിന്നെ മോണ്ടത്തെ എവിടെ നിർത്തിയിടും? ഈ വളവടക്കി നിർത്തിയിടും. നമ്മള് പിന്നെ നല്ല നിയമം പാലിക്കുന്ന ആളായതുകൊണ്ട് സൈഡിലേ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ എന്ത് പരിപാടിക്കായി നേരിക്കുന്ന എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.